ദേവനാഥന് മഹത്വം. എന്നെ എല്ലാവർക്കും അറിയില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് ജിനു. ഞാനിവിടെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ വന്നിട്ടിപ്പം 1 വർഷമാവുന്നേ ഉള്ളൂ. എൻ്റെ വൈഫിൻ്റെ പേര് ജൂസി, 3 കുട്ടികൾ. ഞങ്ങൾ കുവൈറ്റിലായിരുന്നു കഴിഞ്ഞ 24 വർഷമായിട്ട്. ഞാൻ കുവൈറ്റിൽ നിന്ന് വളരെ പെട്ടെന്നാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അവിടെ പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതല്ല. ഞങ്ങൾക്ക് ഈ സിൻസിനാറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ കുവൈറ്റ് വെച്ച് അറിയില്ലായിരുന്നു. അമേരിക്കയിൽ സിൻസിനാറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് ഇവിടെ വൈഫിന് ജോലി കിട്ടിക്കഴിയുമ്പോഴാണ് അറിയുന്നത്. ഇവിടെ മലയാളീസ് ഉണ്ടോ, ഇവിടുത്തെ സ്ഥലം എങ്ങനെയാണ്, ഒരു പിടിയില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി, സിൻസിനാറ്റി മലയാളീസ്, സിൻസിനാറ്റി കേരള പീപ്പിൾ എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കൈരളി സിൻസിനാറ്റി എന്ന് പറയുന്നൊരു നമ്പർ കിട്ടി. ആ നമ്പർ നേരം ഒരു പരിചയമില്ല. നേരം ആ നമ്പറിൽ ജസ്റ്റ് വിളിച്ചു. ആരെങ്കിലും പരിചയമുള്ളവർ ഇവിടെ വരുമ്പോൾ കാണുമല്ലോ. ഞങ്ങൾക്ക് ഒരു പരിചയക്കാരില്ല, ബന്ധുക്കളും ഇല്ല, ആരുമില്ല. അന്നേരം ആ നമ്പർ എടുത്ത ആള് വേറൊരു നമ്പർ വന്നിട്ട് പറഞ്ഞു, ഇന്നൊരാളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാവും, അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബോബൻ ചേട്ടൻ നമ്പർ വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവിടെ ഒരാളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തത്. അങ്ങനെ ബോബൻ ചേട്ടനായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം വളരെ സമയമെടുത്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഇവിടെ ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്നെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ബോബൻ ചേട്ടൻ എന്നിട്ട് എനിക്ക് വേറൊരു നമ്പർ ഇവിടെ തന്നു. അതാണ് ഏബലിന്റെ നമ്പർ. അങ്ങനെ ഏബലിനെ പിന്നെ കോൺടാക്ട് ചെയ്തു. പിന്നെ ഏബല് പിന്നെ അത് കഴിഞ്ഞിട്ട് ജോസിംസൺ. അങ്ങനെ ഇവർ 3 പേരാണ് സത്യത്തിൽ ഞങ്ങളിവിടെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള പ്രധാന ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടി പറയുന്നത് മാത്രമേ. ഓക്കെ, ഞങ്ങൾ ദൈവം സഹായിച്ച് എനിക്ക് ഒരു ജോലി ഇവിടെ 2 മാസം മുമ്പ് കിട്ടി. വൈഫ് നാട്ടിലേക്ക് പോയിരിക്കുന്നു അവധിക്ക്. നമുക്ക് ചില വാക്യങ്ങൾ ദൈവവചന ചിന്തയ്ക്കായിട്ട് വായിക്കാം. 2 വാക്യങ്ങൾ നിങ്ങൾ എടുത്ത് വായിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. യോഹന്നാന്റെ സുവിശേഷം 8:12. അതിൽ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മത്തായിയുടെ സുവിശേഷം യോഹന്നാൻ 8:12 യേശുക്രിസ്തു പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. മത്തായിയുടെ സുവിശേഷം 5:14 യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. 1 യോഹന്നാൻ 1:5 പറയുന്നുണ്ട്, ദൈവം വെളിച്ചമാകുന്നു. ഇത് ഒന്ന് പിതാവായ ദൈവം വെളിച്ചമാകുന്നു, യേശുക്രിസ്തു വെളിച്ചമാണെന്ന് പറയുന്നു. യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പറയുന്നു. ഞാൻ ആ വാക്യത്തിലിട്ട് അടുത്തായിട്ട് പിന്നെയും വരാം. ഞാനൊരു നിങ്ങളുടെ അടുത്തൊരു മനസ്സിലാക്കാനായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സൃഷ്ടി ഏതാണെന്ന് പറയാമോ? എന്താണ് ദൈവത്തിന്റെ ഏറ്റവും ബെസ്റ്റ് സൃഷ്ടി? മനുഷ്യൻ. എങ്ങനെ നമുക്ക് പറയാൻ കഴിയും ദൈവത്തിന്റെ ബെസ്റ്റ് സൃഷ്ടി മനുഷ്യനാണ് എന്നുള്ളതിന് തെളിവ് എന്താണെന്ന് പറയാം? എങ്ങനെ പറയാൻ പറ്റും? സെയിം ഇമേജ് ഓഫ് ഗോഡ്. കറക്റ്റ്. ദൈവം തന്റെ ഇമേജിൽ സൃഷ്ടിച്ചത് മനുഷ്യൻ മാത്രമാണ്. വേറൊരു കാര്യമുണ്ട്, ദൈവം ഓരോ ദിവസവും സൃഷ്ടി കഴിയുമ്പം, വാക്യങ്ങളിലേക്ക് പോകണമെന്നില്ല, നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മതി, ദൈവം പറയുന്നുണ്ട് ഇറ്റ്സ് ഗുഡ്, നല്ലത് നല്ലത് നല്ലതെന്ന് പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച് കഴിയുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് വെരി ഗുഡ്. അന്നേരം നല്ലത് നല്ലതെന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച് കഴിയുമ്പോൾ പറയാണ് ഇറ്റ്സ് വെരി ഗുഡ് എന്ന് പറയാണ്. അന്നേരം ദൈവം ഏറ്റവും ബെസ്റ്റായിട്ട് സൃഷ്ടിച്ചത് മനുഷ്യനാണ്. അന്നേരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പർപ്പസ് എന്തായിരിക്കും? ഇപ്പം ഇതൊരു പറഞ്ഞതിൽ അതിന്റെ ആൻസർ ഉണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പർപ്പസ് തന്റെ ഇമേജിനെ വെളിപ്പെടുത്താനാണ്, റിഫ്ലക്ട് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ടാണ് ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞത് ദൈവത്തിന്റെ ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു ഇറ്റ്സ് വെരി ഗുഡ്. ജനസിസ് ചാപ്റ്റർ 2 അത് എഴുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടോ എന്നറിയില്ല, ഒരു 5 ചാപ്റ്റർ കഴിയുമ്പോൾ ദൈവം പറയുന്ന ഒരു വാക്യമുണ്ട്. ജനസിലെ ആ വാക്യം ആദ്യം എടുക്കാൻ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ജനസിസ് ചാപ്റ്റർ 1:26. Then God said, let us make man in our own image according to our likeness. And then verse 29, then 31, God saw all that he had made, and behold, it was very good. And God said, let us make man in our image. Then God saw, and again he said, it's very good. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ നോക്കി പറഞ്ഞു വെരി ഗുഡ്. മനുഷ്യന്റെ കുടുംബജീവിതത്തെ നോക്കി, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആദത്തിന്റെയും ഔവയുടെയും ജീവിതം നോക്കിയിട്ട് ദൈവത്തിന് പറയാൻ കഴിയുമായിരുന്നു ഇറ്റ്സ് വെരി ഗുഡ്, പെർഫെക്റ്റ്. ആദം ഭാര്യയെടുത്ത് സംസാരിക്കുന്നത്,
ഒരു സങ്കല്പം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ വളർത്തി, കുട്ടികൾ നന്നായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നോക്കി, ഇവരുടെ കുടുംബത്തെ നോക്കി ദൈവത്തിന് പറയാൻ കഴിയുമായിരുന്നു, ഇറ്റ്സ് വെരി ഗുഡ്. ദൈവത്തിന് ഒരാളെ കാണിച്ചിട്ട് പറയാമായിരുന്നു, ദിസ് ഈസ് മൈ ഇമേജ്, എൻ്റെ അതേ സ്വഭാവത്തിൽ, എൻ്റെ അതേ സ്വരൂപത്തിൽ സൃഷ്ടിച്ച കുടുംബമാണെന്നത്. കുറച്ച് ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ 6-ാമത്തെ അധ്യായം വരുമ്പോൾ ദൈവം തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ചാപ്റ്റർ 6 വേഴ്സ് 5, 6 and 7. Genesis chapter 6 verse 5, 6 and 7. Again അവിടെ എഴുതിയിരിക്കുന്നത് then the Lord saw. എന്താണ് അവിടെ കണ്ടത്? Then the Lord saw the wickedness of man was great on earth, and every intent and the thoughts of his heart was only evil continually. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെ എപ്പോഴും ദോഷമുള്ളതെന്നും ദൈവം യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമിയിൽ നശിപ്പിച്ചു കളയുന്നത്. ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു, നല്ലതാണെന്ന് പറഞ്ഞു, വെരി ഗുഡ് എന്ന് പറഞ്ഞു. 5 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ അതേ ദൈവം പറയാണ്, മനുഷ്യന്റെ ഹൃദയം ദോഷമുള്ളതായി തീർന്നു, ഞാനതിനെ അവനെ നശിപ്പിക്കാൻ പോകുന്നു. അന്നേരം ദൈവം ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റിനെ ദൈവം പറയാണ്, ഞാൻ നശിപ്പിക്കാൻ പോവാണ്. കാരണം ആ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലേ? അതായത് ഞാനൊരു മാനുഫാക്ചർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രൊഡക്റ്റ് ഒരു പെർട്ടിക്കുലർ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ആ ഉദ്ദേശം ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ നശിപ്പിക്കാന്നുള്ളൂ. വേറെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു പേന ഉണ്ടാക്കിയ ഒരു വ്യക്തി ഈ പേന ഉണ്ടാക്കിയത് എന്തിനാണ്? എഴുതാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അന്നേരം ഈ പേന എഴുതുന്നില്ല, ഈ പേനയും കൊണ്ട് എനിക്ക് പുറം ചൊറിയാം, തല ചൊറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഉണ്ടാക്കിയ ആൾക്ക് അതിൽ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ഉണ്ടാക്കിയ ആളുടെ ഹൃദയം വേദനിക്കും എന്ത് ചെയ്ത് കഴിഞ്ഞാലും. അന്നേരം ഈ ചാപ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് കേടായി വർക്ക് ചെയ്യാതായത്? അതിന്റെ കാര്യം എന്താണ് അറിയാം? ഈ 5 ചാപ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടക്കുന്നുണ്ട്. സേറ്റൻ കടന്നു വന്നു, മനുഷ്യന്റെ ഹാർട്ട് ചേഞ്ച് ചെയ്തു. അവന്റെ ഹൃദയം അവിടെ എഴുതിയിരിക്കുകയാണ്, അവന്റെ ഹൃദയത്തിലെ ചിന്തകളും എല്ലാം കറപ്റ്റഡ് ആയി തീർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു വൈറസ് കയറി കഴിഞ്ഞാലുള്ള എഫക്റ്റാണ്. വൈറസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റിവേഴ്സ് ആവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്തിരുന്ന കോവിഡ് വെച്ച് വർക്ക് ചെയ്തിരുന്നപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ കമ്പനിയിൽ വൈറസ് കയറി. അത് എക്സാക്ട്ലി നമ്മൾ എന്ത് കമാൻഡ് കൊടുത്താലും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. എന്ത് ചെയ്താലും അതിന്റെ നേരെ എതിരാണ് ചെയ്യുന്നത്. അന്നേരം ഈ ഒരു വൈറസ് അകത്ത് കയറി മനുഷ്യന്റെ ഉള്ളിൽ കയറി, ആ വൈറസിന്റെ പേരാണ് സിൻ. ആ വൈറസ് മനുഷ്യനെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ചെയ്യിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം മനുഷ്യൻ ചെയ്യാൻ കഴിയുന്നില്ല. ഇത് പൗലോസ് ഇത് പറയുന്നുണ്ട്. ഭൗതിക നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് റോമൻസ് ചാപ്റ്റർ 7 അതിൽ പൗലോസ് അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 17 അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇച്ഛിക്കുന്നതിനെ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു, അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ അത് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ അകത്തുനിന്ന് വേറൊരു കാര്യം പ്രവർത്തിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് കിട്ടണം. നമ്മൾ രാവിലെ ദേഷ്യപ്പെടണമെന്ന് തീരുമാനിച്ചിട്ട് പോയിട്ടാണ് ആരെന്തെങ്കിലും ദേഷ്യപ്പെടുന്നത്? അല്ല, നമ്മൾ ദേഷ്യപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ അകത്തുനിന്ന് വേറൊരു സംഭവം വർക്ക് ചെയ്ത് നമ്മൾ ദേഷ്യപ്പെടുക, അല്ലെ? നമ്മൾ വീട്ടിൽ വളരെ നന്നായിട്ട് ജീവിക്കണമെന്ന്, ഭാര്യയുടെ അടുത്ത് വളരെ സ്നേഹത്തോടെ സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ പെട്ടെന്നുള്ള പ്രൊവോക്കേഷൻ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു, നമ്മൾ വളരെ കോപിക്കുന്നു. ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇതിങ്ങനെ ചെയ്യണം, തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യത്തില്ല, അല്ലേ? നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം തിരുന്നാണ്. നമ്മുടെ എല്ലാവരുടെ എക്സ്പീരിയൻസ് ആണ് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു വൈറസ് എല്ലാവരുടെയും ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇതെങ്ങനെയാണ് ഇത് ശരിയാക്കുന്നത്? ഇത് ആർക്കാണ് ശരിയാക്കാൻ കഴിയുന്നത്? നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഒരു വളരെ പ്രശസ്തമായ ഫോർഡ് എന്ന് പറയുന്ന കാർ മാനുഫാക്ചറെ പറ്റി ഒരു വളരെ ഒരു കഥയുണ്ട്. അത് നടന്ന സംഭവമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ചുരുക്കി പറയാം. അമേരിക്കയിലെ ഒരു റോഡിൽ കൂടി ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കാർ ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഈ കാർ കേടായി, അത് വർക്ക് ചെയ്യാതായി. ഇദ്ദേഹം ഒരു നല്ലൊരു കാർ മെക്കാനിക്കാണ്, ഓടിക്കുന്ന വ്യക്തി. അദ്ദേഹം എത്ര ശ്രമിച്ചിട്ട് ഈ കാർ വർക്ക് ചെയ്യുന്നില്ല. ഇദ്ദേഹം എല്ലാ പരിപാടിയും നോക്കി, കാർ വർക്ക് ചെയ്യുന്നതിൽ എന്ത് ചെയ്തിട്ട് ഇത് ഓടിക്കാനായിട്ട് കഴിയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം അതുവഴി അതിൽ വഴിയെ പാസ് ചെയ്ത വേറൊരു വണ്ടി വന്നപ്പോൾ അദ്ദേഹം കൈ കാണിച്ചെത്തി. അതിൻ്റെ അകത്തുനിന്നൊരു പ്രായമുള്ളൊരു മനുഷ്യൻ ഇറങ്ങി. അന്നേരം അദ്ദേഹം കൈ കാണിച്ചെടുത്തില്ല. ആ വണ്ടി നിൽക്കുന്നത് കണ്ടിട്ട് ഒരു മറ്റേ വണ്ടിക്കാരൻ അവിടെ നിർത്തിയിട്ട് ഒരു പ്രായമുള്ള മനുഷ്യനാകുന്ന ഒരു വടിയൊക്കെ കുത്തി ഇറങ്ങി എന്നിട്ട് ഇയാൾ ചോദിച്ചു എന്താണ് പ്രശ്നം? അന്നേരം പറഞ്ഞു ഈ വയസ്സനം എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പറഞ്ഞ് വണ്ടി വർക്ക് ചെയ്യുന്നില്ല, ഞാൻ നല്ലൊരു മെക്കാനിക്കിനെ നോക്കിയിരിക്കും. അന്നേരം ഞാൻ പറഞ്ഞു ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ബോണ്ട് തുറന്നു. അദ്ദേഹത്തിന്റെ കയ്യിലൊരു സ്ക്രൂ ഒക്കെ വെച്ചിട്ട് 2-3 തിരി അവിടെ ഇവിടെ ഒക്കെ തിരിച്ചു. വണ്ടി ഓണാക്കാൻ പറഞ്ഞു. വണ്ടി ഓണായി.
അദ്ദേഹം മണിക്കൂറുകൾ ട്രൈ ചെയ്തിട്ടും നടക്കാത്ത കാര്യം അദ്ദേഹത്തിന് പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അന്നേരം ഇയാൾ ഈ പ്രായമുള്ള മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അന്നേരം ഇദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഫോർഡ്, ഞാനാണ് ഈ വണ്ടി മാനുഫാക്ചർ ചെയ്ത്, ഇല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. അന്നേരം മനുഷ്യന്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ ആർക്കേ കഴിയത്തുള്ളൂ? ആ ഉണ്ടാക്കിയ ആൾക്കേ കഴിയത്തുള്ളൂ, അല്ലേ? ആ പ്രൊഡക്റ്റ് മോശമായപ്പം ആ ഉണ്ടാക്കിയ ആൾക്ക് മാത്രമേ അതിനെ സോൾവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവം, സുവിശേഷം, ഗോസ്പൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രോബ്ലം ദൈവം എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ്, ദൈവത്തിന്റെ പ്രൊഡക്റ്റിനെ ദൈവം എങ്ങനെ റിക്കവർ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ദൈവം ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ വളരെ ലളിതമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ദൈവം ഈ ഭൂമിയിൽ രണ്ടാമത് സെക്കൻഡായി ഒരു പെർഫെക്റ്റ് പ്രൊഡക്റ്റിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് മനുഷ്യനെ. ഞാൻ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യൻ എന്നുള്ള ഉദ്ദേശത്തിലാണ്. പെർഫെക്റ്റ് ആയിട്ടൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നു. ബൈബിളിൽ രണ്ടാം മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, യേശു ക്രിസ്തുവിനെ പറ്റി. ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ദൈവം ഇന്റന്റ് ചെയ്തതുപോലെ എങ്ങനെ ജീവിക്കണമെന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ മനുഷ്യനെ കാണാനായിട്ട് കഴിഞ്ഞു, എങ്ങനെയാണ് ദൈവം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നുള്ളത് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ എക്സാക്ട് ഇമേജ് ആൻഡ് ക്യാരക്ടർ ഈ ഭൂമിയിൽ യേശു ക്രിസ്തു കൊടുക്കും. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? യേശു ക്രിസ്തു ഇവിടെ വന്നൊരു പെർഫെക്റ്റ് ജീവിതം നയിച്ചിട്ട് പോയതുകൊണ്ട് ഒരാൾക്കും ഒരു പ്രയോജനമില്ല, അല്ലേ? നമുക്ക് കണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ഈ വൈറസ് ഉണ്ട്. ഇത് നമ്മൾ അങ്ങനെ കണ്ടാലും അതുപോലെ ജീവിക്കാനും നമുക്കൊക്കത്തില്ല. പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്തു, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമ്മുടെ ഉള്ളിലുള്ള ആ വൈറസിനെ ക്രൂശിൽ വെച്ച് ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു. ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്, ഹി ബിക്കെയിം സിൻ, ഹി ടുക്ക് അവർ സിൻ. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇന്ന് ദൈവത്തിന് ഒരു മനുഷ്യനെ അവന്റെ പെർഫെക്ഷനിലേക്ക് റെസ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. ദാറ്റ്സ് ദ ഗോസ്പൽ, സിമ്പിൾ ടേംസ്. ഗോസ്പൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകുന്നുള്ളത് മാത്രമല്ല, അത് സത്യത്തിൽ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഇറ്റ്സ് ഗോസ്പൽ, ട്രൂ ഗോസ്പൽ ഈസ് ആക്ച്വലി ഹെവൻ ഓൺ ദ വേ ടു ഹെവൻ. ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ പെർഫെക്റ്റ് ആയിട്ട് ദൈവത്തിന് ഒരു മനുഷ്യർ കൂടി ചെയ്തെടുക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചുകൊണ്ടാണ്. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വർഷങ്ങളായിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അന്നേരം ദൈവത്തിന് എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നറിയത്തില്ലെങ്കിൽ നമുക്കത് വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, യേശു ക്രിസ്തു വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകും നമുക്ക്. പക്ഷെ ഈ ഭൂമിയിൽ വെച്ച് നമ്മളെ നോക്കിയിട്ട് ദൈവത്തിന് പറയാൻ കഴിയും, ഇറ്റ്സ് ഗുഡ്. യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞത് അല്ലേ? യേശു ക്രിസ്തുവിന്റെ യോഹന്നാന്റെ ജ്ഞാനസ്നാനത്തിന്റെ സമയത്ത് യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് പിതാവ് പറയാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ ഐ എം വെൽ പ്ലീസ്ഡ്, അല്ലെ? ഈസ് പെർഫെക്റ്റ്. യേശു ക്രിസ്തുവിന്റെ ജീവിതം നോക്കിയിട്ട് ദൈവത്തിന് പറയാൻ കഴിയുന്നു, ഓ ഇറ്റ്സ് പെർഫെക്റ്റ്. അത് നമുക്ക് ഒരു അഡ്മയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീവിതം മാത്രമല്ല, ഇന്ന് അത് ദൈവത്തിന് നമ്മൾ കൂടി ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, അല്ലെ? നമുക്ക് ആ വാക്യം വേണമെങ്കിൽ എന്നെടുത്ത് വായിക്കാൻ. മാത്യു ചാപ്റ്റർ 5:14 അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അന്നേരം ദൈവത്തിന്റെ ഒരു ലൈറ്റായിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾക്ക് കഴിയുമെന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. അത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ജിനു. വളരെ നല്ല ഒരു മെസ്സേജ്